ഒരു പെട്ടി ഫുള്ള് റേപ്പ് ചെയ്തു എല്ലാം ചുറ്റി കറക്റ്റാക്കി വെച്ചു. ഇനി ഇതൊരു പെട്ടിയും കൂടി ഉണ്ട്. ഇത് നാളെ ആയിട്ട് ചെയ്യാം. എൻ്റെ ഫ്രണ്ടാണ് ഞാൻ പിടിക്കണം ഏട്ടാ. ഓക്കെ എന്താ സംഭവിച്ചാൽ നമ്മൾ ഒരു ഹാൻഡ് ബാഗേജ് കയ്യിൽ വെക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. പല ചിക്കൻ റോളിൽ 70 രൂപ, ഒരു ചിക്കൻ റോളും ഒരു ആട്ടയും 2 ചായയും 190. കൊച്ചി എയർപോർട്ടിലെത്തി ടാക്സി വിളിച്ച് വീട്ടിലെത്തി. എത്തി പെട്ടിയൊക്കെ ഉണ്ട് അകത്തേക്ക് വെച്ചോളാം. നമസ്കാരം, എല്ലാവർക്കും പുതുവർഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല, പിന്നെന്താ നാട്ടിൽ പോണ പാക്കിങ്ങിന്റെ ഒരു വീഡിയോ ആണ്. അത് ഏട്ടൻ പറയും എന്താന്നുള്ളത്. അപ്പം ഞങ്ങള് ഒരു വെക്കേഷൻ പോവാണ് അടുത്ത ദിവസം. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോണത്. കുറച്ചൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് കാണിച്ചിട്ട് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇങ്ങനെ പെറുക്കി കൊണ്ടുവന്നിട്ട് പെട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ വെക്കാനുള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഏട്ടൻ കാണിച്ചു കൊടുക്കൂ. ഇത്ര സാധനങ്ങൾ ഇനി വെക്കാണ്ട്. ഇതാണ് നമ്മുടെ പെട്ടി പാക്കിങ്. അയ്യോ, നാട്ടിൽ പോകുന്നത് എന്ന് പറഞ്ഞ ഒരു ഇതന്നെയാണ്. ചടങ്ങാ. ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പെട്ടി പാക്കിങ്. അതെ, ലഗേജ് കൂടിയുള്ള വിഷയങ്ങള്. ഈ ബുക്ക് ഇപ്പൊ ഇങ്ങനെ വെക്കല്ലേ? വെച്ചോ വെക്കല്ലേ? ഇനി എടുക്കാനില്ലല്ലോ. ഇല്ല, മുട്ടായിലൊക്ക ഇതും വെക്കുന്നുണ്ട് കേട്ടാ. ഓക്കെ. ഇനി എന്തൊക്കെയാ വെച്ചോട്ടാ. ഏകദേശം ഇതിലിപ്പോ ഇത്രയായി. ഏകദേശം സെറ്റായിട്ടുണ്ട്. പാൽപ്പൊടി, നമ്മൾ പോണത് വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട് പോണയിൽ. ഒന്ന്, ഏട്ടൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ പോണത്. തിക്കും തിരക്ക് അടിച്ചിട്ട് അതെന്താ വെച്ചാല് എൻ്റെ കാൽമുട്ട് പെയിനായിട്ട് കുറച്ച് കാലമായി. അതെ, ഒരു 3-3.5 വർഷമായി. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോഴത്തെ പോക്ക്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. അതിനായിട്ടാണ് ഇപ്പോൾ പോണത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ഷുഗർ നോക്കുന്നതിൽ വെക്കട്ടെ. അതായാലും വെച്ചോ. ഈ പേന എല്ലാം വെച്ചുട്ടാ. ഓക്കെ. ഇത് സെൽഫി സ്റ്റിക്കോ? അത് അതിൽ വെച്ചോ. ഇതിലൊക്കെ അത് ഇതിൽ വെക്കാം. ഓക്കെ. ഇത് ശരിയായി. കഴിഞ്ഞടച്ചോ. അമ്പോ, അടയ്ക്കാൻ പറ്റില്ലേ? സാധനം ഓരോന്ന് പെറുക്കി പെട്ടി നിറഞ്ഞു. പെട്ടി നിറഞ്ഞു. ടൈറ്റായി. പെട്ടി എറിഞ്ഞെറിഞ്ഞ് പൊട്ടി നാശമായിരുന്നു അല്ലേ? എത്ര പോക്ക് പോയല്ലേ പെട്ടി. പിന്നെ ഇനി ഇത് കൊണ്ടുപോയി ഇനി ഒഴിവാക്കട്ടെ പെട്ടി. കഴിഞ്ഞ പ്രാവശ്യം ഒഴിവാക്കാൻ പറഞ്ഞതാ, ഒഴിവാക്കിയില്ല. നിർത്തിയേക്കട്ടെ. അമ്മ, ഇനി ഇതും കൂടി ഉണ്ട്. ഈ ബാഗ് എന്തിലാ വെക്കുക? എളുപ്പല്ലാട്ടാ. തൊപ്പി ഇതിൽ വെച്ചു. ഈ ബാഗോ? ആ ബാഗ് ഇത് മറ്റേ വീട്ടിലത്തെ ഒരു കാര്യം ചെയ്യേ. എന്നാ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് ഹാൻഡ് ബാഗാണ് രണ്ടും. അപ്പോൾ അത് 2 ഹാൻഡ് ബാഗ്. ഒന്ന് VIP ഹാൻഡ് ബാഗ്, ഒന്ന് പാവപ്പെട്ടത്. ഇത് ലോക്കൽ ഹാൻഡ് ബാഗ്, ഇത് VIP ഹാൻഡ് ബാഗ്. ഇത് നമ്മൾ പാവപ്പെട്ട ബാഗ്, ഇത് VIP. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ.
ആരാ VIP? സത്യനാ? യെസ്, എൻ്റെ പ്രൊഫഷണൽ VIP ആണല്ലോ. ഇത് അടയ്ക്കണമെങ്കിൽ എൻ്റെ സഹായം വേണ്ടി വരും. എന്നിട്ട് ഇതൊന്ന് അല്ല ഞാൻ അടച്ചു നോക്കട്ടെ. നോക്കിയോക്ക്, പറ്റില്ല. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. ഓ പറ്റും. ഞാൻ പിന്നെ കുറേ എല്ലാം നേരത്തെ പാക്കാവുമായിരുന്നു. ഇതിപ്പോൾ കുറച്ച് സാധനം കൂടി ഏട്ടൻ്റെ വെക്കാനുണ്ടായിരുന്നു. അതിപ്പോൾ ലാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ വെക്കാണ്ടാവുമല്ലോ, കണ്ടറ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് റേപ്പ് ചെയ്യാം. റേപ്പർ എടുത്തിട്ട് എന്തായ്യമ്മോ ക്ഷീണിച്ചാ? തളർന്ന് ഒരു പെട്ടി പാക്കാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ, ഇതൊരു പെട്ടി ഫുള്ള് റേപ്പ് ചെയ്തു, എല്ലാം ചുറ്റി കറക്റ്റാക്കി വെച്ചു. ഇനി ഇതൊരു പെട്ടിയും കൂടി ഉണ്ട്. ഇത് നാളെ ആയിട്ട് ചെയ്യാം. എനിക്ക് വയ്യ, ആകെ മടുത്തു. നാളെ റാപ്പ് ചെയ്യാം. നടുവേദനിച്ചു ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക്. എളുപ്പമല്ല. അങ്ങനെ ഇനി അത് നാളെ നമുക്ക് ചെയ്യാട്ടാ. നാട്ടിൽ പോവാന്ന് പറഞ്ഞാല് പറയണേ. അയ്യോ ഇതൊക്കെ ഇങ്ങനെ തന്നെ വെച്ചു. ഇത് പിന്നെ ഹാൻഡ് ബാഗ് അല്ല, കുഴപ്പമില്ല. തോളിടുന്ന ബാഗ് ഇത്രയുള്ള നമ്മുടെ ആകത്തിലുള്ള ആകെ 2 പീസ് ഇതേ ഉള്ളൂ. ഓരോ പെട്ടി കയ്യിലും പെട്ടി എന്ന് പറയാനുള്ളത് ഉണ്ട് ഇതിൽ. അയ്യോ പൊന്തിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അപ്പൊ നമുക്ക് ഇത് നമുക്ക് നാളെ ചെയ്യാട്ടാ. ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഓക്കെ. അപ്പം അങ്ങനെ പെട്ടിയൊക്കെ പാക്കാക്കി വെച്ചു. അപ്പം ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ്. രണ്ടാമത്തെ പെട്ടി, ഒരു പെട്ടി പാക്കാക്കിയിട്ട് ഞാൻ കാണിച്ചിട്ടു. ഇതാ രണ്ടാമത്തെ കഴിഞ്ഞു. അപ്പം അങ്ങനെ പിന്നെ ഒരുങ്ങിയൊക്കെ റെഡിയാക്കി നമുക്ക് ഇറങ്ങാല്ലേ. പിന്നെ ട്രാഫിക് ഉണ്ടാവേ. എനിക്ക് നേരത്തെ ഇറങ്ങിയാലേ ഞാൻ അവിടെ എത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇല്ലില്ല, എവിടേക്കാ പോണത്? പുറത്തേക്കാ പോണത്? നല്ല മതിയാ? മതി. അപ്പം ഞങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് വന്നിട്ട്. ഏട്ടൻ്റെ ഫ്രണ്ടാണ്, ചിരിക്കാന്ന്. ഇത് എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ ചിൽക്ക. ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് കമ്പനിയിൽ. അപ്പോൾ പുള്ളിയാണ് നമ്മളെ എയർപോർട്ടിലേക്ക് വിടുന്നത്. അങ്ങനെ നമ്മൾ ഓൺ ദ വേ എയർപോർട്ടാണ്. ഇവിടുന്ന് ഇപ്പോൾ ഒരു 20 മിനിറ്റിലൊക്കെ എത്തണ്ടായിരുന്നു. ട്രാഫിക് ഇല്ലെങ്കിൽ എത്തും. ട്രാഫിക് ഇല്ലെങ്കിൽ അപ്പം അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വണ്ടിയിലെടുത്ത് വെച്ചു. അപ്പം ഇതാ പോയോണ്ടിരിക്കുകയാണ്. ട്രാഫിക്കിൽ 20 മിനിറ്റ് ഇല്ലേ? ट्रैफिक 20 मिनट अरे चिल्का इधर से राइट जाओ, यही अच्छा है. मेरा फ्रेंड चिल्का भाई का गाड़ी में हम लोग को छोड़ता है. I am from Kasaragod. Yeah, he's from Telangana, Hyderabad. Okay, ഇനി എയർപോർട്ടിൽ നിന്ന് കാണാം. എയർപോർട്ടിലേക്ക് എത്താറായി. നിങ്ങളിപ്പോൾ 10-30 വർഷമായിട്ട് ഈ എയർപോർട്ടിൽ ഇതിൻ്റെ പരിസരത്ത് തന്നെയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇതാ എത്തി. ട്രാഫിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ടെർമിനൽ എത്തി. ഏട്ടന് ഇറങ്ങുകയാണ്. സാധനങ്ങൾ ഇറക്കാനുണ്ട്. പെട്ടിയൊക്കെ ചിലക്കേട്ടനാണ് പണി സാധനം ഇറക്കാൻ. ഞാൻ പിടിക്കണം ഏട്ടാ. ഓക്കെ ഓക്കെ ചിലക്കേട്ടാ. ഓക്കെ താങ്ക് യു. ഓക്കെ ഓക്കെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അതെ അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷനിലേക്ക് പോകാനുള്ള പരിപാടി. അതെ
പിന്നെ ബോഡി പാസ് കിട്ടി എല്ലാം സന്തോഷിച്ച് നിൽക്കുക. വെയിറ്റ് കൂടുന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ എല്ലാം കറക്റ്റായി. അപ്പോൾ പിന്നെ ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം അല്ലേ. ഇതാണ് കോൺകോർഡ് സിറ്റിയിലെ സ്മോക്കിംഗ് ലോഞ്ച്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ സോൾവായി. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇതായി എല്ലാം ഓക്കെ ആയി. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ കാണാം. ഓക്കെ. അല്ല എന്താ സംഭവിച്ചാല് എന്താ സംഭവിച്ചാല് നമ്മൾ ഒരു ഹാൻഡ് ബാഗേജ് കയ്യിൽ വെക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും, പല സാധനങ്ങളുണ്ടാവും. പക്ഷേ ഒരിക്കലും ഹാൻഡ് ബാഗേജ് അവർ അളവ് കൂടുതലാണോ വലിപ്പമുണ്ടെന്നോ ഒന്നും അവർ പറയുന്നില്ല. ചുമ്മാ അങ്ങോട്ട് എടുത്തിടുക. ഫ്ലൈറ്റ് 320 ആണ്, എയർബസ് 320. പക്ഷെ അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അത് അവരുടെ മാറ്ററാണ്. മനസ്സിലായ? അപ്പോൾ ഇത് ഒരിക്കലും അനുവദിച്ചുകൂടാ. നമ്മൾ ദുബായ് വാർത്തയിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഹാൻഡ് ബാഗേജ് ഒരിക്കലും പിടിച്ചിടാൻ പാടില്ല. കാരണം അതിലും നമ്മുടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും, ഡോക്യുമെൻ്റ് ആയിക്കോട്ടെ, ക്യാമറ, വിലപിടിപ്പുള്ള എല്ലാ സാധനവും ഉണ്ടാവും ഇല്ലേ. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ അത് കൊടുത്തു എന്ന് മാത്രം. പക്ഷെ അത് നമുക്കുണ്ട് ഇമ്പോർട്ടൻ്റ് സാധനങ്ങൾ അതിൽ. പക്ഷേ ആകെ രണ്ട് ബാഗേജ് ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ ഇത്. ഒരു ഡ്യൂട്ടി ഫ്രീ ബാഗോ ഒന്നുമില്ല, വേറെ ലാപ്ടോപ്പോ ഒന്നുമില്ല. അപ്പം അങ്ങനെ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ചില കേസ് കൊടുക്കാനുള്ള അധികാരമാരുണ്ട് നമുക്ക്. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ നാട്ടിൽ നിന്ന് കാണാം. അങ്ങനെ ഒരു പെട്ടിയൊക്കെ കിട്ടി. അങ്ങനെ എല്ലാ പെട്ടികളും കിട്ടി. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ആണല്ലേ? ആ, അതിന് വേണം സാർ. പോവാ. അട ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, ബർഗർ ഉണ്ട്. ഇതുണ്ടല്ലേ, റോളുണ്ട്, ചിക്കൻ റോൾ. ഏതാണ്? ടൊമാറ്റോ.
ബർഗറുണ്ട് ഇല്ലേ? അതാർക്കെടുത്ത പിന്നെ അത് അങ്ങോട്ട് വെച്ചു. ആ അത് അവിടേക്കാ. അപ്പൊ എവിടേക്കാ? അപ്പൊ പിന്നെ അട ഇത് തന്നതോ? അല്ല ഇത് തന്നതോ? അട അട എത്ര? അതെ. ഇതെന്താ എയർപോർട്ടിന്റെ ഉള്ളിലെ പോലെയാണല്ലോ, അത്രയും വിലയാണല്ലോ. കൂടുതലാ? ആ അവിടെ കൂടുതലാണ്, പുറത്തല്ല, ഔട്ട് സൈഡിലല്ലേ, ഭയങ്കര കൂടുതലാണല്ലോ അല്ലേ. അപ്പൊ ചിക്കൻ റോളിലൊക്കെ എന്താ വില? 70 രൂപ. ഇതൊരു ചിക്കൻ റോളിനാണ് 70 രൂപ. എന്താ ചിക്കൻ റോളിന് 70 രൂപ. ഒരു ചിക്കൻ റോളും ഒരു ആടയും 2 ചായയും 190 രൂപ. 2 ചായയും ആ 190 രൂപ. എന്താ കഥ? അതും എയർപോർട്ടിന്റെ പുറത്ത് അല്ലേ? ഏതാ മധുരമുള്ള ചായ? കൊച്ചി എയർപോർട്ടിൽ എത്തി, ഇതാ ടാക്സി വിളിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ആകെ ടയർഡായി. ടയർഡായ? എന്ത് ടയർഡ്? ഇത്ര നല്ല ഫ്ലൈറ്റിൽ വന്നിട്ട് കാര്യമില്ലല്ലോ, ഭക്ഷണം ഇല്ലല്ലോ ഉച്ചയ്ക്ക്. ലോഞ്ചിൽ കഴിച്ച ഭക്ഷണമല്ലോ. ആ ഓക്കെ ഓക്കെ. ഏത് വഴിയല്ല നമ്മൾ കുടുംബത്തെത്തിയാൽ മതി, യാത്രകൾ നോക്കിയാൽ മതി. എയർപോർട്ടിൽ നിന്ന് പോണ വശം തൃശ്ശൂര് മെഡിക്കൽ കോളേജിൽ ഇറങ്ങി ഞങ്ങൾ ചെറിയൊരു ഡിന്നർ കഴിക്കുക. മസാല ദോശ, പിന്നെ കോഫി ഒക്കെ. അങ്ങനെ നല്ല ദോശയാണ്. അതെ അതെ, ടൈപ്പ് ദോശയാണ്. ചട്നിയും എല്ലാം നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പെട്ടിയൊക്കെ ഉണ്ട്, അത്തേക്ക് വെച്ചുള്ള. അങ്ങനെ പിന്നെ യാത്രയൊക്കെ വളരെ സുഖമായിരുന്നു, പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പറയുന്നുണ്ടോ, ഹാൻഡ് ബാഗേജ് ഒരെണ്ണം മേടിച്ചിട്ടു, അത്ര തന്നെ ഉള്ള പ്രശ്നം ഉണ്ടായത്. പിന്നെ അങ്ങനെ പിന്നെ അവരുടെ വീട്ടിലെത്തി ഒന്ന് കയറിയുള്ളൂ. ഇനി അടുത്ത പരിപാടികൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇനി അതിൻ്റെ തിരക്കിലാണ്. അങ്ങനെ എന്താ കുട്ടിയെ പരിപാടി? ഞാൻ പെട്ടി എടുത്തിട്ട് അകത്ത് വെച്ചതാ. ആ ഓക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി, കുഴപ്പമൊന്നും ഇല്ലാണ്ട് സേഫായിട്ട് എത്തി. അങ്ങനെ ഇതാ സാധനങ്ങളൊക്കെ എടുത്തിപ്പോൾ ഞാൻ അകത്ത് വെച്ചേ ഉള്ളൂ. നമുക്ക് നോക്കി നോക്കാം. കയറി വരിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി ഇങ്ങോട്ട് സ്വാഗതം പറഞ്ഞേട്ടാ. എൻ്റെ പെട്ടികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനിയിപ്പോൾ നാളെ എല്ലാം വെച്ചെല്ലാം റെഡിയാക്കാം. ഇനിയിപ്പോൾ കുളിക്കുക. ടയർഡാണ്, എല്ലാവരും ടയർഡാണ്. ഞങ്ങൾ നേരം വൈകിയതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന കേട്ടോ. അപ്പം അങ്ങനെ നേരം വൈകിയതാണ്. ഇനി കുറച്ചും കൂടി നേരത്തെ എത്തുമായിരുന്നു. അങ്ങനെ വേറെ ഒന്നുമില്ല അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ഇവിടെ വെച്ചിട്ടിപ്പോൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത ഒരു സബ്ജക്റ്റ് ആയിട്ട് ഞങ്ങൾ വരും. ഓക്കെ. എല്ലാവർക്കും ശുഭരാത്രി.